നമസ്കാരം. നമ്മൾ ഇപ്പോൾ സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ഇന്ദിരാഗാന്ധി നട്ടു വളർത്തിയ രുദ്രാക്ഷ മരമാണ് ഈ കാണുന്നത്. രുദ്രാക്ഷത്തിന്റെ പച്ചക്കായകൾ ഇതേ വേണമെങ്കിൽ കണ്ടോളൂ. ഇത് ഉണക്കുമ്പോഴാണ്, ഇത് ഉണങ്ങിയിട്ടാണ് രുദ്രാക്ഷ ആവുക. അതിൻ്റെ ഉള്ളിൽ ആണ് ഉണ്ടാവുക ആ കുരു. പിന്നെ ഇതിനി ഉണങ്ങിക്കഴിഞ്ഞ എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മരം. അവിടെയാണ് സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വനത്തിന്റെ ഗവേഷണ കേന്ദ്രം. ഇനി നമുക്ക് ഉള്ളിൽ പോകണം. ഉള്ളിൽ പോയിട്ട് ബാക്കി കഥകൾ പറയണം. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെറാഡൂൺ ആണ്. ഇത് 1906 ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഇമ്പീരിയൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മളുടെ വനം, അതിന്റെ പഠനം, അതിനു വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്താനുള്ള ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണിത്. പക്ഷേ ഇപ്പൊ അത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി നമുക്കറിയാലോ, സ്വയം പര്യാപ്തമായിട്ട് സ്വയം ഗ്രാൻസ് ഒക്കെ ചെയ്യാം, പഠിപ്പിക്കാം. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കാണാമല്ലോ, ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. പിന്നെ നമ്മൾ ഇപ്പൊ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. റിസർച്ച് ചെയ്യുന്നു, വനം വകുപ്പിന് വേണ്ടി വനം ഗവേഷണം, വനത്തിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, അതിന്റെ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇവിടെ കാണുന്നതാണ്. ഒരുപാട് വലുതാണ് കേട്ടോ. And that's all about it. And it's beautiful. ഇവിടെയാണ് കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ നിന്നാണ് എൻട്രി. പിന്നെ ടിക്കറ്റ്. ഇവിടെ ട്രൈബ്സിന്റെ പലതും ഉണ്ട്. കാരണം വനജാതികളും ഒരുമിച്ചല്ലേ പോവാ. അപ്പൊ ട്രൈബ്സിനെ പറ്റിയുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ ആർട്സ് എല്ലാം സോ സിമെട്രിക്കലി നമുക്ക് കണ്ടറിയാലോ, സിമെട്രിക്കലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കോളംസ് എല്ലാം, ആർച്ച്. ഇവിടെ കണ്ടു കഴിഞ്ഞാല് പൂക്കളുടെ ഒക്കെ ഒരു വലിപ്പമാണ് നമ്മൾ കണ്ടത്. പൂക്കളുടെ വലിപ്പം, നിറം, ഡാലിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഡാലിയ, ചൈനീസ് ബാൽസം, അങ്ങനെ നമുക്ക് പിന്നെ പേരറിയാത്ത ഒരുപാട് പുസ്തകങ്ങള്. അങ്ങനെ ഒക്കെ ഇതിന് വലിപ്പം കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇവിടത്തെ കാലാവസ്ഥയുടെ വ്യത്യാസം. കണ്ടോ? അതും പല നിറങ്ങൾ, വർണ്ണാഭം എന്ന് പറയില്ലേ, കളർഫുൾ. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള പേര്. എവിടെ നോക്കിയാലും കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ, അതും വലിയ വലിയ പൂക്കള്. പിന്നെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. പിന്നെ ഈ ഒരു മാർവലസ് ആയിട്ടുള്ള ആർക്കിടെക്ചർ, ബ്രിട്ടീഷ് കൊളോണിയൽ ആർക്കിടെക്ചർ ആണെങ്കിലും അത് എത്ര ഭംഗിയായിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം.